പുല്ല് വാരാനായിട്ട് പോവുക. മുമ്പേ പിന്നെ പുല്ല് 2-3 പറിച്ചിട്ടിട്ടുണ്ട്. അപ്പം അത് വാരിയെടുക്കാൻ പോവുക. ഞങ്ങൾ കുടുംബസഹിതം ഇറങ്ങിയതാണ്. ഞങ്ങൾ 3 പേരും ഉണ്ട്. അവനെപ്പാണ്ട് വീഡിയോ എടുക്കുന്നു. ഇവിടെ ചാക്കിട്ടിട്ട് അവിടെ 2-3 കിടപ്പുണ്ട് പുല്ല്. അതെല്ലാം കൂടെ വാരി നനഞ്ഞത് കാരണം ചള്ളയുണ്ട്. അതെല്ലാം കുടഞ്ഞ് പിറക്കി വേണം എടുത്തുകൊണ്ട് പോകാൻ. അതെല്ലാം കൂടെ വാരി 3 പുല്ലുണ്ട്. അതെല്ലാം കൂടെ വാരി അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. എല്ലാം കൂടെ വാരി അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. നമുക്കത് ഒന്നിച്ച് അവിടോട്ട് ഇടയ്ക്ക് കൊണ്ടിട്ടിട്ട് എല്ലാം കൂടെ വാരി കെട്ടാം. ഇനി അതുകൂടെ കൊണ്ടുപോകാൻ വാരി എടുക്കാൻ. അപ്പുറത്തോട്ട് നീക്കിയിടെ നമുക്ക് അവിടെ ഇട്ട് ഇവിടുന്ന് കൂടെ ഞാൻ വാരിക്കൊണ്ട് വരാം. എല്ലാം കൂടെ വാരിയിട്ട് കെട്ടാം. മഴ പെയ്ത കാരണം അപ്പടി നനഞ്ഞു. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നനഞ്ഞ് ചള്ള പിടിച്ചാൽ പിന്നെ എടുക്കാനും ഭയങ്കര പാടാണ്. ഭയങ്കര കനമായിരിക്കും. മണ്ണായാൽ പശു തിന്നാനും മടിക്കും. അങ്ങനെ അതിനെയും വാരി എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും. ഓണം മഴ കൊണ്ടുപോയി. ഇപ്രാവശ്യം മഴയാണെന്നാണ് തോന്നുന്നത്. ഇന്ന് രാവിലേക്കൊന്ന് തെളിഞ്ഞു. പക്ഷേ ഇപ്പം എന്താണ്ട് മഴ പെയ്തു. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. എല്ലാ മലയാളികൾക്കും ഒരു ഓണാശംസ. അങ്ങനെ പുല്ല് വാരി കെട്ടി ഇനി അത് പിടിച്ചു കൊടുക്കാൻ പോകുന്നു. ഇവിടെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോവാം. മഴ പെയ്താൽ എനിക്ക് നടക്കാനായിട്ട് എനിക്ക് വെള്ളമായിട്ട് വീട്ടിൽ എനിക്ക് നോക്കി നടക്കാം. അത് വീട്ടിൽ കൊണ്ട് പുല്ലും കൊണ്ട് മുറ്റത്ത് വരെ വന്നു. ഇനി അത് പശുക്കൂട്ടി കൊണ്ടിടാനായിട്ട് പോവുക. തെന്നി കിടക്കുക അവിടെ. മൊത്തം മഴ പെയ്ത് ചള്ളയും വെള്ളവും ഒക്കെയാണ്. അങ്ങനെ അതും കൊണ്ട് പോവുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അതെ, ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.